എല്ലാവർക്കും എൻ്റെ മറ്റൊരു അനുഭവത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ സ്കൂളിലുണ്ടായ ചില അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എൻ്റെ പുതിയ സ്കൂളിലൊരു പ്രത്യേകതയുണ്ട്. ആ സ്കൂളിൽ ടോട്ടൽ മൊത്തം എടുത്തു നോക്കിയാൽ ഏറിയാൽ ഒരു 50 കുട്ടികൾ, അതുമല്ലെങ്കിൽ 60 കുട്ടികൾ. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ അവിടെ കണ്ടക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ ഓർക്കുന്ന മറ്റൊരു അനുഭവമാണ് അധ്യാപക ദിനം. അധ്യാപക ദിനം വളരെ നന്നായി ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ ആചരിച്ചിരുന്നു. ക്ലാസ് ലീഡർമാർ അതാത് ക്ലാസ്സിലെ അധ്യാപകരായിട്ട് വരും. അവരുടെ ക്ലാസ്സിൽ അധ്യാപകരായി ക്ലാസ് എടുക്കും. സ്കൂൾ ലീഡറായിരിക്കും ഹെഡ് മാസ്റ്റർ. ഞാൻ സ്കൂൾ ലീഡറായിരിക്കെ അന്നും അധ്യാപക ദിനം വളരെ നന്നായി ഞങ്ങൾ ആചരിച്ചു. അന്ന് ഹെഡ് മാസ്റ്റർ ഞാനായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൻ്റെ യഥാർത്ഥ ഹെഡ് മാസ്റ്റർ JT അബ്ദുറഹ്മാൻ മാസ്റ്റർ. അദ്ദേഹം വളരെ ക്രിയേറ്റീവായി ചിന്തിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായ അധ്യാപക ദിനം സാർ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ HM നീയാണ്. ഓരോ ക്ലാസ്സിലെ ലീഡർമാരും അതാത് ക്ലാസ്സിലെ അധ്യാപകരാവട്ടെ. അന്ന് ഞാൻ HM ആയതുകൊണ്ട് ഇദ്ദേഹം ഓഫീസിൽ ഇദ്ദേഹത്തിൻ്റെ ചെയറിൽ എന്നെ പിടിച്ചിരുത്തി. അന്ന് ആദ്യമായി ഞാൻ HM ആയി HMൻ്റെ ചെയറിൽ ഇരുന്നു. അന്നുണ്ടായൊരു ആത്മവിശ്വാസം, ഒരു സന്തോഷം, അത് ഇപ്പോഴും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ഇതൊന്നും സാധാരണ സ്കൂളുകളിൽ നടക്കുന്ന പ്രോഗ്രാമുകളല്ല. ഇത്തരം സ്കൂളുകളിൽ ഇത് വളരെ എളുപ്പത്തിൽ നടത്താൻ പറ്റും. അതുകൊണ്ടാണ് ഇത്തരം പ്രോഗ്രാമുകൾ വളരെ നന്നായി സ്കൂളുകളിൽ നടത്തുന്നത്. അങ്ങനെ ഞാൻ ഓഫീസിൽ HMആയിട്ട് HMൻ്റെ ചെയറിൽ ഇരുന്നു. ഓരോ പീരീഡും ഞാൻ ഓരോ ക്ലാസ്സിലും കയറി ഇറങ്ങും. അവിടുത്തെ അധ്യാപകരൊക്കെ മര്യാദ ക്ലാസ് എടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഓരോ ക്ലാസ്സിലും ഞാനിങ്ങനെ കയറി ഇറങ്ങും. അന്ന് ഉച്ചവരെ ഈ ഒരു പ്രോഗ്രാം നീണ്ടു നിൽക്കും. ഉച്ചയ്ക്ക് ശേഷം വ്യത്യസ്ത കലാരൂപങ്ങൾ അവിടെ അരങ്ങേറും. ഈ രീതിയിൽ അധ്യാപക ദിനം വളരെ മനോഹരമായി അവിടെ ആചരിച്ചിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കും ആ സ്കൂളിൽ ഞാൻ പഠിച്ച സമയത്തുണ്ടായ ഓരോ അധ്യാപക ദിനങ്ങളും. മറ്റൊന്നാണ് വൈറ്റ് കെയിൻ ഡേ. ലോക വൈറ്റ് കെയിൻ ഡേ, വെളുത്ത വടി ദിനം, വളരെ നന്നായി ആ സ്കൂളിൽ ആചരിച്ചിരുന്നു. അന്ന് വൈറ്റ് കെയിൻ ഡേ ഒരാഴ്ച മുമ്പേ പ്രോഗ്രാമിൻ്റെ റിഹേഴ്സലുകൾ തുടങ്ങും. കാരണം വൈറ്റ് കെയിൻ ഡേക്ക് വ്യത്യസ്തമായ കലാപരിപാടികൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പാട്ടും നൃത്തവും ഇങ്ങനെ വളരെ വ്യത്യസ്തമായ കലാരൂപങ്ങളെല്ലാം ഒരാഴ്ച മുമ്പ് റിഹേഴ്സൽ പ്രോഗ്രാം തുടങ്ങി വെക്കും. വൈറ്റ് കെയിൻ ഡേ അന്ന് രാവിലെ, സാധാരണഗതിയിൽ വൈറ്റ് കെയിൻ ഡേ നടക്കാറ് സ്കൂളിൽ വെച്ചല്ല, മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ടൗണിൽ വെച്ചാണ് വൈറ്റ് കെയിൻ ഡേ നടത്താറുള്ളത്. ഒരിക്കൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മലപ്പുറത്ത് വെച്ച് നടന്ന ഒരു വൈറ്റ് കെയിൻ ഡേ. രാവിലെ ഞങ്ങളെല്ലാവരും യൂണിഫോം ധരിച്ച് വാഹനത്തിൽ കയറി മലപ്പുറത്തെത്തി. എല്ലാവരുടെ കയ്യിലും വൈറ്റ് കെയിൻ ഡേ ഉണ്ട്. ഈ വൈറ്റ് കെയിൻ ഡേ പ്രത്യേകം എന്തെന്ന് വെച്ചാൽ, ഈ റാലിയിൽ ഏത് ടൗണിൽ വെച്ചാണോ പ്രോഗ്രാം നടക്കുന്നത് ആ പരിസരത്തുള്ള, അല്ലെങ്കിൽ ആ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത്, അവിടുത്തെ പ്രസിഡന്റ്, വാർഡ് മെമ്പർമാർ, ഇങ്ങനെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കും. മലപ്പുറത്ത് ഒരു ഭാഗത്തു നിന്നും റാലി ആരംഭിക്കുകയാണ്. റാലി ഒരു ഭാഗത്തും തുടങ്ങി എവിടെയാണോ സമാപനം നടക്കുന്നത് അവിടം വരെ ഈ വൈറ്റ് കെയിനും പിടിച്ച് എല്ലാവരും നടക്കണം. അതിൽ ഈ വന്ന ഗസ്റ്റുകളും 2 കണ്ണും കെട്ടി അവരും വൈറ്റ് കെയിൻ പിടിച്ച് നടക്കേണ്ടതുണ്ട്. അന്ന് ത്രിതല പഞ്ചായത്തിലെ മെമ്പർമാരും അതുപോലെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും കണ്ണ് കെട്ടി ഞങ്ങൾക്ക് മുമ്പിൽ വൈറ്റ് കെയിൻ പിടിച്ച് നടക്കുകയാണ്. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ട് ബാക്കിൽ ഞാനുണ്ട്. ഞാൻ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 6ാം ക്ലാസ്സാണ്. ഞാൻ വൈറ്റ് കെയിൻ പിടിച്ചു. വൈറ്റ് കെയിൻ ഇങ്ങനെ നിലത്ത് പതുക്കെ പതുക്കെ തട്ടി തട്ടി മുന്നോട്ട് നടക്കുകയാണ്. എൻ്റെ മുമ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വൈറ്റ് കെയിനും പിടിച്ച് പതുക്കെ പതുക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഈ വൈറ്റ് കെയിന് ഇങ്ങനെ തട്ടുന്ന ഇടയിൽ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഞെരിയാണിക്ക് എൻ്റെ വൈറ്റ് കെയിൻ കൊണ്ടു. പെട്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ചാട്ടം ചാടി. കാരണം നന്നായി വേദനിച്ചിട്ടുണ്ട്. കാരണം ഈ വടി കൊണ്ട് അടി കിട്ടിയാൽ നന്നായി വേദനിക്കും. അത് ഞെരിയാണിക്കാണ് കിട്ടിയത്. ഞാൻ പെട്ടെന്ന് ചാടി. അപ്പോഴേക്കും വോളണ്ടിയേഴ്സ് ഓടി വന്ന് എന്നെ പിന്നിലേക്ക് മാറ്റി. അവരെന്നോട് പറഞ്ഞു, പ്രസിഡന്റിന് എൻ്റെ വടി കൊണ്ടൊരടി കിട്ടിയിട്ടുണ്ട്. പിന്നീട് പ്രസിഡന്റ് സമാപന സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോൾ പ്രസിഡന്റ് അത് പറയുകയും ചെയ്തു. കാരണം അത് വ്യത്യസ്തമായൊരു അനുഭവമാണ്. കാഴ്ചയുള്ള ആളുകൾ കണ്ണുകെട്ടി വൈറ്റ് കെയിൻ പിടിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ കാഴ്ചയില്ലാത്തവൻ്റെ വിഷമം മനസ്സിലാക്കാനും ബോധ്യപ്പെടുത്താനും കൂടിയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ അന്ന് ഉച്ചയാകുമ്പോൾ വിഭവസമൃദ്ധമായ ഭക്ഷണം, ഉച്ചയ്ക്ക് ശേഷം വ്യത്യസ്ത കലാപരിപാടികൾ അവിടെയും അരങ്ങേറും. പാട്ടും ഡാൻസും സിനിമാ പാട്ടും മാപ്പിളപ്പാട്ടും ഇങ്ങനെ മിമിക്രിയും പ്രസംഗവും വളരെ വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങൾ അവിടെ അരങ്ങേറും. ഞാൻ ഓർക്കുന്നു, അന്ന് അനൗൺസ് ചെയ്തത് ഞാനായിരുന്നു. കുട്ടികൾ അനൗൺസ് ചെയ്യും. കാരണം
ആ പ്രോഗ്രാം പൂർണ്ണമായും നടത്തുന്നത് കുട്ടികളായിരിക്കും. ഇതിലൂടെ ഒരു പ്രോഗ്രാം എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, എങ്ങനെ അനൗൺസ് ചെയ്യണം, ഒരു പ്രോഗ്രാം എങ്ങനെ കണ്ടക്ട് ചെയ്യണം, ഇത്തരം കഴിവുകളൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ ഇത്തരം പ്രോഗ്രാമുകൾ ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. അത്രയും മനോഹരമായ ഒരു പിടി അനുഭവങ്ങൾ ഈ സ്കൂളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും എൻ്റെ വ്യത്യസ്തമായ മറ്റു പല അനുഭവങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.